വരാപ്പുഴ അപകടത്തിൽ നിന്ന് നേരെ കേരളത്തിന്റെ വെടിക്കെട്ട് അപകടങ്ങൾ നടന്ന സംഭവങ്ങൾ പരിശോധിക്കാം. കേരളത്തിൽ നിരവധി പേരുടെ ജീവനുകളാണ് വെടിക്കെട്ട് അപകടങ്ങളിൽ എടുത്തത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരിതത്തിനാണ് പരവൂർ പുറ്റിങ്കൽ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. പിന്നീട് ശബരിമലയിൽ വർഷങ്ങൾക്ക് മുൻപ് 1952 നടന്ന വെടിക്കെട്ട് അപകടമായിരുന്നു ദുരന്ത വ്യാപ്തിയിൽ ഇതുവരെ മുന്നിൽ. 68 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. അപകടങ്ങളുടെയും മരണത്തിന്റെയും കാര്യത്തിൽ പൂരങ്ങളുടെയും വേലകളുടെയും നാടായ പാലക്കാടാണ് മുന്നിൽ, തൊട്ടു പിന്നിൽ തൃശ്ശൂരും. ശബരിമല ദുരിതം കഴിഞ്ഞ് 50 ആണ്ടായിട്ടും കേരളത്തിൽ വെടിക്കെട്ട് ദുരന്തങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല എന്നാണ് സർക്കാരിന്റെ പക്കലുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആ കണക്കുകൾ അത്രയും പേടിപ്പെടുത്തുന്നതാണ്. 1978 തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് കുഴിയമിട്ട് ലക്ഷ്യം തെറ്റി ആൾക്കൂട്ടത്തിൽ വെച്ച് ഉണ്ടായ അപകടത്തിൽ മരണം 8. 1984 തൃശൂർ കണ്ടശാംകടവ് പള്ളിപ്പെരുന്നാളിലുണ്ടായ അപകടത്തിൽ മരണം 20. 1987 തൃശൂർ വേലൂരിൽ കുട്ടമൂലയിൽ ക്ഷേത്രത്തിൽ നടന്ന അപകടത്തിൽ മരണം 20. 1987 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് കാണാൻ റെയിൽവേ പാളത്തിൽ ഇരുന്നവർ ട്രെയിൻ ഇടിച്ചു, മരണം 27. 1988 തൃപ്പൂണിത്തുറയിൽ വെടിക്കെട്ട് മരുന്ന് പുരയ്ക്ക് തീപിടിച്ച് സ്ത്രീ ഉൾപ്പെടെ മരിച്ചത് 10 പേർ. 1989 തൃശ്ശൂരിൽ കണ്ടശാംകടക്ക് പള്ളിയിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അപകടം നടന്നു, അന്ന് മരണം 12. 1990 കൊല്ലം പോരുവഴി മലനടയിൽ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണം 26. 1997 തൃശൂർ ചീയാരത്ത് പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറിയുണ്ടായി, മരണം 6. 1998 പാലക്കാട് കഞ്ചിക്കോട് വെടിക്കോപ്പ് ശാലയിൽ വലിയ രീതിയിലുള്ള സ്ഫോടനം നടന്നു, അന്ന് പാലക്കാടിനെ ഞെട്ടിച്ചുകൊണ്ട് മരിച്ചത് 13 പേരാണ്. 1999 പാലക്കാട് ആളൂരിൽ ചാമുണ്ടിക്കാവ് താലപ്പൊലി ഉത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചത് 8 പേരാണ്. 2006 തൃശൂർ പൂരത്തിന് തയ്യാറാക്കിയിരുന്ന വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നിടത്തുണ്ടായ അപകടത്തിൽ മരിച്ചത് 7 പേര്. 2007 ഏപ്രിൽ കോഴിക്കോട് മിഠായി തെരുവിനോട് ചേർന്ന MP റോഡിലെ പടക്കക്കടയിൽ സ്ഫോടനത്തെ തുടർന്നുണ്ടായ വൻ അഗ്നിബാധ, അന്ന് മരിച്ചത് 8 പേരാണ്. 2007 ഏപ്രിൽ വളാഞ്ചേരി എടിയൂരിൽ പുല്ലംപറമ്പിൽ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണശാലയിൽ സ്ഫോടനം നടന്നു, അന്ന് മരിച്ചത് 7 പേരും. 2008 ഫെബ്രുവരി മാസം കൊച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൽ മിനി വെടിക്കെട്ടിനിടെ ആൾക്കൂട്ടത്തിനിടയിൽ ഡൈന വീണ് പൊട്ടി മരിച്ചത് 3 പേരാണ്. 2009 മാർച്ചിൽ തൃത്താല പണ്ടാരക്കുണ്ട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത് 7 പേരും. 2009 മാർച്ചിൽ കാസർഗോഡ് ചെറുവത്തൂർ മുഹമ്മദി കുഞ്ഞാൻ സൺസ് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത് 3 പേര്. 2009 കാരക്കാട് അരീക്കയ്ക്ക് സമീപം പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത് 3 പേർ. 2010 ഓഗസ്റ്റിൽ ഹരിപ്പാട് അനധികൃത പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ 4 പേരാണ് മരിച്ചത്. 2011 ഫെബ്രുവരിയിൽ ഒറ്റപ്പാലം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മാനന്നൂർ സമീപം ത്രാങ്ങലയിൽ റെയിൽവേ പാതയിൽ നിന്നും 100 മീറ്റർ അകലെ അനധികൃത പടക്ക നിർമ്മാണശാല കത്തി മരിച്ചത് 13 പേരാണ്. 2011 ഡിസംബറിൽ അത്താണി സീമെറ്റിന് സമീപം പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ പടക്കശാല ഉടമയുൾപ്പെടെ 5 തൊഴിലാളികളാണ് മരിച്ചത്. 2013 പാലക്കാട് പന്നിയാങ്കുറിശി കുളങ്ങത്ത് കുന്നിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ചത് 6 പേർ. അതെ, ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നിമിഷ നേരത്തെ വർണ്ണവിസ്മയത്തിനായി ഈ മരണക്കളി വേണമോ എന്നത്.